എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് ഫോർ ദി ഓൾഡ്. അതായത് ആത്മീയത എന്ന് പറയുന്നത് പ്രായം ചെന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിപാടിയല്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിലും ഇതിനെ പറയാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ മരണത്തെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. മരണം തീർച്ചയായിട്ടും എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളത് പറഞ്ഞു. അപ്പം മിക്ക ആളുകളും ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു റിട്ടയർമെന്റ് പ്രായം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നതൊക്കെ ചെയ്യുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്, ഇല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അത് പ്രായം ചെന്നതിന് ശേഷം മാത്രം തുടങ്ങേണ്ട ഒരു കാര്യമല്ല. അതിന്റെ കാരണം എന്താണെന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് എത്താനായിട്ട് പല വഴികളുണ്ടാകാം. അതിൽ ഏറ്റവും സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്ത് എത്താൻ പറ്റുന്ന വഴി ഏതാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ പലരോടും ചിലപ്പം ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി ഏറ്റവും ട്രാഫിക് കുറഞ്ഞ ഏറ്റവും സുഖകരമായിട്ട് എളുപ്പത്തിൽ നമുക്ക് എത്താൻ പറ്റുന്ന വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു വഴിയായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. അത് ഗൂഗിൾ മാപ്പ് തന്നെ നമ്മളോട് പറയും. അപ്പോൾ ഈ ആത്മീയപരമായിട്ടുള്ള പഠനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മാപ്പ് അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് പോലെ തന്നെയാണ്. നമ്മുടെ ജീവിതമാകുന്ന യാത്ര വളരെ സുഖകരമായിട്ട് എല്ലാവർക്കും സന്തോഷം തരുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് യാത്ര ചെയ്ത് തീർക്കാം എന്നുള്ള കാണിച്ചു തരുന്ന ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂപടമാണ് ഈ ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം എത്തിയതിന് ശേഷം പിന്നെ നമ്മളിതൊക്കെ വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഡെസ്റ്റിനേഷൻ എത്താറാവുമ്പോഴത്തേക്കും പിന്നെ മാപ്പ് നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക. കാരണം പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കാത്ത പല ആളുകളും പല തെറ്റുകൾ ചെയ്തു പോവുകയാണ്. ആ ഒരു ജീവിതത്തിൻ്റെ ഒരു പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ്. പല കൊലപാതകങ്ങളും പല പല ക്രൂര കൃത്യങ്ങളും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ തന്നെ വലിയൊരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഉൾപ്പെടെ, അത് നമുക്ക് പ്രായമായാലും ഇല്ല അതല്ല നമ്മൾ ചെറുപ്പമാണെങ്കിൽ പോലും ഇന്ന് തന്നെ നമുക്ക് തുടങ്ങി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. എന്നുവെച്ചാൽ എപ്പോഴും അത് തന്നെ നോക്കിയിരിക്കണം, വായിച്ചിരിക്കണം എന്നുള്ളതല്ല പറയുന്നത്. പ്രാർത്ഥന, അതേപോലെ തന്നെ ധ്യാനം, അതേപോലെ തന്നെ പഴയ ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങളാണെങ്കിലും ഏതാണെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ശരിക്കുമുള്ള ഒരു മതഗ്രന്ഥവും പറയുന്നില്ല. അത് നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പ്രശ്നം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും, ഇനി മതങ്ങളിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും പഴയ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അതൊരു തെറ്റുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ആത്മീയപരമായിട്ടുള്ള ഈ പ്രവൃത്തികൾ വഴി നമുക്കും തീർച്ചയായിട്ടും അതേപോലെ തന്നെ നമുക്ക് ചുറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നല്ലൊരു ദിവസം കൂടെ നേരുന്നു.